പാലക്കാട് നിന്ന്. നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്ന മണ്ഡലം നെന്മാറയാണ്. നെന്മാറയിൽ LDF-ന് വേണ്ടി കെ പ്രേമനും UDF-ന് വേണ്ടി DCC പ്രസിഡന്റ് A തങ്കപ്പനും NDAക്ക് വേണ്ടി AN അനുരാഗും മത്സരിക്കുന്നു. നമ്മൾ ഉദുമയുടെ കാര്യം പറഞ്ഞതുപോലെ UDF-ന് പിന്നോക്കമുള്ള LDF-ന് മേൽക്കൈയുള്ളൊരു മണ്ഡലമായിട്ടാണ് നെന്മാറ ഇതുവരെ അറിയപ്പെടുന്നത്. അവിടെ ഈ 2016 AB ഗോപിനാഥ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ 7000 പരം വോട്ടിന് മാത്രമേ അവിടെ CPM വിജയിച്ചിട്ടുള്ളൂ. വലിയ ശക്തമായ മത്സരം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളൊന്നും എല്ലാ തവണയും വലിയ മത്സരം കൊടുക്കും. അവസാനം ചെറിയ മാർജിനിൽ കെ ബാബു 28,000 വലിയ മാർജിനിൽ ജയിക്കും. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പക്ഷെ അതിന് മുമ്പുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന മണ്ഡലമാണ്. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് നോക്കിയാൽ UDF-ന് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ ഒരു മത്സര സ്വഭാവം അന്നേ കാണിച്ചിരുന്നു. അന്നേ സിറ്റിംഗ് MLA-യുടെ പ്രവർത്തനം വലിയ ശരാശരി എന്നുള്ള അഭിപ്രായമായിരുന്നു മൂഡ് ഓഫ് ദ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞത് ഒരു മത്സരം ഉണ്ടായേക്കാം എന്ന സാഹചര്യം. UDF ഒരു പക്ഷേ ഒരു വേവിൽ പാലക്കാട്ടെ സീറ്റുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ ആ എണ്ണി തുടങ്ങുമ്പോൾ നെന്മാറ അതിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അല്ല, ഈ മൂഡ് ഓഫ് ദ സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യമുണ്ട്. അവിടുത്തെ സിറ്റിംഗ് MLA കെ ബാബു, ആ കെ ബാബുവിന് സീറ്റ് കൊടുക്കാത്തത് അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അതൃപ്തി, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മത്സരിപ്പിക്കാൻ പോലും ആലോചിച്ചിരുന്നു. അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നമ്മുടെ ഫീൽഡ് എക്സിക്യൂട്ടീവുകൾ നെന്മാറ മണ്ഡലം വിസിറ്റ് ചെയ്യുമ്പോൾ പഴയ MLA പുറകിലിരുന്നാണ് പുതിയ MLA-യുടെ കൂടെ ബൈക്കിലിരുന്ന് വോട്ട് ചോദിക്കുന്ന സാഹചര്യം അവിടെ ഉള്ളത്. അപ്പം ആ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് പരിഹരിക്കുന്നു. എങ്കിൽ പോലും A തങ്കപ്പനെ സംബന്ധിച്ച് അദ്ദേഹം ഡിസർവിംഗ് ആയ ഒരു സ്ഥാനാർത്ഥിത്വമാണ്. അദ്ദേഹം ദീർഘകാലമായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനും വലിയ സ്വീകാര്യതയുണ്ട്. എതിർപ്പും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിന് രാഷ്ട്രീയ സ്വഭാവം പൊതുവെ ഒരു UDF ആണ്. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് UDF-ന് വലിയ ലീഡ് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം നെന്മാറ UDF പിടിക്കുമോ എന്നുള്ളതാണ്. നെന്മാറ UDF LDF-ൽ നിന്ന് പിടിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പാകുമോ വരിക? വരട്ടെ സ്ക്രീനിൽ നെന്മാറയിലെ പ്രവണത എന്ത്? ഇല്ല. LDF തന്നെ മുമ്പിൽ 45.38 LDF സ്ഥാനാർത്ഥി അവിടെ ലീഡ് ചെയ്യും. 40.16 ആണ് A തങ്കപ്പന് പ്രൊജക്ട് ചെയ്യുന്ന സ്കോർ. 14.46 NDAക്ക് പറയുന്നു. നേരിയ മുൻതൂക്കത്തിന് മുകളിലുണ്ട്. 4% എന്ന് പറഞ്ഞാൽ നേരിയ മുൻതൂക്കത്തിന് മുകളിലുണ്ട്. 5.22 ഉണ്ട്. അപ്പം വലിയ രാഷ്ട്രീയ കോലിളക്കങ്ങളൊന്നും വരും ദിവസങ്ങളിൽ സംഭവിച്ചില്ല എങ്കിൽ പിന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം ഇപ്പം കെ ബാബുവിനെ മാറ്റിയെങ്കിലും പുതിയൊരു അവിടുത്തെ സാമുദായിക പരിഗണനയൊക്കെ വെച്ചിട്ടാണ് CPM നടത്തിയിരിക്കുന്നത്. വലിയൊരു അട്ടിമറി സാധ്യത അവിടെ ഇല്ല. എന്നാൽ ഒരു മത്സരമുണ്ട്. അത് മത്സരമില്ല എന്ന് പറയുന്നില്ല. പക്ഷേ LDF ജയിച്ച് വരാനുള്ള സാധ്യതയാണ് നിലവിൽ. അഡ്വാൻറ്റേജ് LDF നെന്മാറ. ഇപ്പോ അതാണ് ട്രെൻഡ്. എങ്കിലും കഴിഞ്ഞ തവണ BJP അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ 23,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇത്തവണ BDJS-നാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. മൊത്തം BJP വോട്ടും BDJS സ്ഥാനാർത്ഥി കിട്ടിയില്ലെങ്കിൽ ബാക്കി വരുന്ന BJP കേഡർ വോട്ട് ഇതൊക്കെ എങ്ങോട്ട് പോകാനായിരിക്കും സാധ്യത? അല്ല, BJP വോട്ടുകൾ നെന്മാറ പോലെ അല്ലെ ആലത്തൂർ, ചിറ്റൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP പിടിച്ചില്ലെങ്കിൽ പല മണ്ഡലങ്ങളിൽ പല സവിശേഷതയാണ്. അത് ഗുണം ചെയ്യുക LDF-നാണ് നെന്മാറ പോലെ. കാരണം അവിടുത്തെ BJP വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നോക്ക ഹിന്ദു വിഭാഗത്തിന്റെ വോട്ടാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കഴക്കൂട്ടത്തെ അല്ലെ നേമത്തെ BJP വോട്ട് പിടിക്കുമ്പോൾ LDF-ന് ഗുണമുണ്ടാകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് ക്ഷീണം ഉണ്ടാകുന്നത് പോലെ BJP ഇപ്പോൾ ഉദാഹരണത്തിന് കോന്നിയിൽ അല്ലെങ്കിൽ അത്തരം ഈ പറഞ്ഞ നെന്മാറ, ആലത്തൂർ പോലുള്ള മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ക്ഷീണം ഉണ്ടാവുക ഈ പറയുന്ന പോലെ LDF-നാണ്. BJP വോട്ട് പിടിക്കുന്നില്ല എങ്കിൽ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യതയാണ് ഉണ്ടാവുക. യെസ്, എന്തായാലും നോക്കാം നമുക്ക്. നെന്മാറയിൽ അഡ്വാൻറ്റേജ് LDF എന്നാണ് കോർ പറയുന്നത്.